കൊല്ലം മൂന്നാംകുറ്റിയിൽ മുഖ്യമന്ത്രിയുടെ കാർ തടഞ്ഞ കാർ ആക്രമിച്ച സംഭവത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പൊതുമുതൽ നശിപ്പിച്ചതിന് കേസെടുത്ത് പോലീസ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ദീപ ആൽബർട്ട്, ഫൈസൽ സൈദലി എന്നിവർക്കെതിരെയാണ് കേസ്. മുഖ്യമന്ത്രിയുടെ വാഹനം തടസ്സപ്പെടുത്തി കേടുപാടുകൾ വരുത്തിയെന്ന എഫ്ഐആർ. രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, ഏതൊക്കെ വകുപ്പുകളാണ്? വിവരങ്ങൾ എന്തൊക്കെ? നിലവിൽ പൊതുമുതൽ നശിപ്പിച്ചത്, അതായത് PDPP ആക്ട് പ്രകാരം ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് ഈ മൂവർക്കുമെതിരെ കേസെടുത്തിട്ടുള്ളത്. ഇവരുടെ മൊബൈൽ ഫോണുകളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇവർ പൊടുന്നനെ മുഖ്യമന്ത്രിയുടെ സ്വന്തം സുരക്ഷ പോലും നോക്കാതെ മുഖ്യമന്ത്രിയുടെ കാറിന്റെ മുന്നിലേക്ക് പ്രതിഷേധം എന്ന നിലയിൽ എടുത്തിരിക്കുകയായിരുന്നു. ഈ വാഹനത്തിന്റെ വലത് ഭാഗത്ത് ഡോറിന്റെ ഭാഗത്തും അതുപോലെ ടയറിന്റെ മുകളിലുള്ള ആ ഒരു ഭാഗത്തും ബോഡിക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇത് കൂടി ചൂണ്ടിക്കാട്ടിയിട്ടാണ് PDPP ആക്ട് ചുമത്തിയത്. അതേസമയം മറ്റൊരു കേസിൽ, അതായത് ഗോകുലം ഗോപാലൻ ചിറ്റ് ഫണ്ട്സിന്റെ അവരുടെ കമ്പനി നൽകിയ ഒരു കേസുണ്ട്. ആ കേസിൽ 2 ലക്ഷത്തോളം രൂപ ഇവർ അടയ്ക്കാനുണ്ടായിരുന്നു. ഇത് അടയ്ക്കാത്തതിന്റെ പേരിൽ ഇവർക്കെതിരെ കോടതി ഈ അടിയന്തരമായി പണം അടയ്ക്കണം, അല്ലാത്ത പക്ഷം 6 മാസത്തെ തടവിലും ഇവരെ ശിക്ഷിച്ചിരുന്നു. ഈ ശിക്ഷ വന്നതിന് ശേഷം ഇവർ ഈ പണം അടയ്ക്കാനും തയ്യാറായില്ല. ഇത് ഒളിവിൽ പോവുകയും ചെയ്തു. അങ്ങനെ ഈ കേസിലാണ് ദീപ ആൽബർട്ട് ഇപ്പോൾ പോലീസിൽ ഇതുകൂടി പരിഗണിച്ചിട്ടാണ് ഇവർക്കെതിരെ വാറണ്ട് ഉൾപ്പെടുത്തി കേസെടുത്തിരിക്കുന്നതും. ഇവരെ മൂവരെയും ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. യുവമോർച്ച പ്രവർത്തകരെയും കേസെടുത്തിട്ടുണ്ട്. അവരെയും റിമാൻഡ് ചെയ്യുമെന്നാണ് പോലീസ് അറിയിച്ചത്.